അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്. അതിലെ 5-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസുൽ ഖാമിസ്, 5-ാമത്തെ പാഠം. ഇത്തഖൂ ലായിനൈൻ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്കൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പുഴ മലിനമായി. തിരുവനന്തപുരം. സംസ്ഥാനത്തെ നദികളും മറ്റ് ജലാശയങ്ങളും മലിനീകരിക്കപ്പെട്ടതായി സർവേയിൽ കണ്ടെത്തി. മലം, മൂത്രം, അറവുമാടുകളുടെ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങിയവ വ്യാപകമായി പുഴയിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഇതിനു പുറമെ ടോയ്ലറ്റുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും ഫാക്ടറി മാലിന്യങ്ങളും പുഴകളിലേക്കും തോടുകളിലേക്കും ഒഴുക്കിവിടുന്നതും വ്യാപകമായിട്ടുണ്ട്. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അവർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. അപ്പൊ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ആ ബാക്കി ഭാഗം നോക്കാം. നമുക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം നമ്മൾ തന്നെ നശിപ്പിക്കരുത്. പത്രം വായിച്ച് ഉസ്താദ് ഓർമ്മിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത്തഖൂ ലായിനൈൻ. അതിന്റെ അർത്ഥം, ശാപനിമിത്തമായ 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. സ്വഹാബികൾ ചോദിച്ചു, ഏതാണ് ആ കാര്യങ്ങൾ? ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കൽ. ശൗചം ചെയ്തതിനു ശേഷം ടോയ്ലറ്റ് വൃത്തിയാക്കണം. ഇരുന്നു കൊണ്ട് വിസർജനം നടത്തണം. നിശബ്ദത പാലിക്കണം. നജസ് വൃത്തിയാവുന്ന രീതിയിൽ വെള്ളം ഉപയോഗിച്ച് നല്ല പോലെ ശൗചം ചെയ്യണം. നജസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പേപ്പർ മുതലായവയും ശൗചത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഉസ്താദ് തുടർന്നു, പൊതുവഴി, വിശ്രമസ്ഥലം, പുഴ, കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വിസർജിക്കരുത്. അവ മലിനപ്പെടുത്തുകയും അരുത്. അതുപോലെ തെങ്ങ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും ഭക്ഷണ സാധനങ്ങളിലും ഖബറിന്റെ മുകളിലും പരിസരത്തും ഇഴജന്തുക്കളുടെ മാളങ്ങളിലും ഖിബിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല. അപ്പൊ ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. അന്നളാഫത്തു മിനൽ ഈമാൻ. അതിന്റെ അർത്ഥം എന്താണ്? വൃത്തി ഈമാനിൽ പെട്ടതാണ്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1-ാമത്തെ ചോദ്യം, ശാപനിമിത്തമായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം, ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കൽ. 2-ാമത്തെ ചോദ്യം, വിസർജനം പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം, പൊതുവഴി, വിശ്രമസ്ഥലം, പുഴ, കുളം തുടങ്ങിയ സ്ഥലങ്ങളിലും അതുപോലെ തെങ്ങ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും ഭക്ഷണ സാധനങ്ങളിലും ഖബറിന്റെ മുകളിലും പരിസരത്തും ഇഴജന്തുക്കളുടെ മാളങ്ങളിലും ഖിബിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല. 3-ാമത്തെ ചോദ്യം, ശൗചം ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഉത്തരം, ഇരുന്നു കൊണ്ട് വിസർജനം നടത്തണം. നിശബ്ദത പാലിക്കണം. നജസ് വൃത്തിയാവുന്ന രീതിയിൽ വെള്ളം ഉപയോഗിച്ച് നല്ല പോലെ ശൗചം ചെയ്യണം. 4-ാമത്തെ ചോദ്യം, വെള്ളത്തിന് പകരമായി ശൗചം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ ഏതെല്ലാം? ഉത്തരം, നജസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പേപ്പർ മുതലായവ. 5-ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമായ 4 കാര്യങ്ങൾ എഴുതുക. ഉത്തരം നോക്കൂ. 1, മരങ്ങൾ, ചെടികൾ എന്നിവ സംരക്ഷിക്കുക. 2, ജലാശയങ്ങൾ ശുചിയായി സംരക്ഷിക്കുക. 3, കൃഷിക്കും മറ്റും പ്രകൃതിദത്ത കീടനാശിനിയും ജൈവവളവും ഉപയോഗിക്കുക. 4, പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിലേക്കും ജലാശയങ്ങളിലേക്കും വലിച്ചെറിയാതിരിക്കുക.
ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. 1. ഏതാണ് ആ കാര്യങ്ങൾ? ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. ഇത്തഖൂലായിനൈൻ, ശാപനിമിത്തമായ 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണിത്. നുബയ്യിനു സിയാഖ്, അതിലെ രണ്ടാമത്തത് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഈ സന്ദർഭമാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ, തിരുവനന്തപുരം സംസ്ഥാനത്തെ നദികളും മറ്റു ജലാശയങ്ങളും മലിനീകരിക്കപ്പെട്ടതായി സർവേയിൽ കണ്ടെത്തി. മലം, മൂത്രം, അറവുമാടുകളുടെ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങിയവ വ്യാപകമായി പുഴയിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഇതിനു പുറമെ ടോയ്ലറ്റുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും ഫാക്ടറി മാലിന്യങ്ങളും പുഴകളിലേക്കും തോടുകളിലേക്കും ഒഴുക്കിവിടുന്നതും വ്യാപകമായിട്ടുണ്ട്. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന പരിസര മലിനീകരണത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കത്തെഴുതുക. നമുക്കതിന്റെ ഉത്തരം നോക്കാം. ആ പ്രവർത്തനം നോക്കൂ. അപ്പോൾ കത്തെഴുതുമ്പോൾ ആദ്യം നമ്മൾ ഫ്രം അഡ്രസ്സ് കൊടുക്കണം. അവിടെ നമ്മൾ എഴുതേണ്ടത് പ്രേക്ഷകൻ, പ്രേക്ഷകനല്ല പ്രേക്ഷകൻ, പേര്, വീട്ടുപേര്, സ്ഥലം, പോസ്റ്റ് ഓഫീസ്, ജില്ല, ഇതുപോലെ നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടു എന്ന് കൊടുക്കണം അല്ലേ. അവിടെ നമ്മൾ എന്തെഴുതുക? സ്വീകർത്താവ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഓഫീസിന്റെ പേര്, പോസ്റ്റ് ഓഫീസ്, ജില്ല. അപ്പൊ ഇതുപോലെ നിങ്ങൾ എഴുതി കൊടുക്കുക. അതിനുശേഷം ഒരു ലൈന് വിട്ടിട്ട് വിഷയം, ഒരു ഹൈഫൺ, പരിസര മലിനീകരണത്തിന് ഒരു നടപടി സ്വീകരിക്കുക. എന്നിട്ട് ഒരു ലൈന് വിടുക. ബഹുമാനപ്പെട്ട സർ, ഞങ്ങളുടെ നാട്ടിൽ പരിസര മലിനീകരണം വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് ബാക്കി കാര്യങ്ങൾ എഴുതുക. ഞങ്ങളുടെ നാട്ടിൽ ബസ് സ്റ്റോപ്പിനടുത്തുള്ള പാഴ്ഭൂമിയിൽ അനേകം വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും ദുർഗന്ധം വരുന്നു. അതു കാരണം അതുവഴി പോകുന്നവരും അതിനടുത്ത് താമസിക്കുന്നവരും വലിയ ബുദ്ധിമുട്ടിലാണ്. ഇതിൽ നിന്നും ധാരാളം കൊതുകുകളും പെറ്റുപെരുകുന്നു. മഴക്കാലമായാൽ മാലിന്യങ്ങൾ ഒഴുകി തോടുകളിലേക്കും കുളങ്ങളിലേക്കും പുഴകളിലേക്കും പോകുന്നു. അതിനാൽ തന്നെ ഇവയൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല, ഇപ്പോൾ കുറച്ചു കാലമായി അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇവിടെ നിക്ഷേപിക്കുന്നു. ഇനിയും ഇത് തുടർന്നാൽ ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകുമെന്ന് ഞങ്ങൾ ഓരോരുത്തരും ഭയക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫായിട്ട് എഴുതുക. സർ, താങ്കൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം നമ്മൾ കത്തിന്റെ അവസാനത്തിൽ നമ്മൾ എന്താ എഴുതുക? എന്ന്, വിശ്വസ്തയോടെ, ഒപ്പ്, പേര്, അതിന്റെ നേരെ എതിർഭാഗത്ത് സ്ഥലം, തീയതി. അപ്പൊ ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ പ്രവർത്തനം പൂർത്തിയാകും. ഇനി നോക്കൂ, തഹസീസ്, അതിൽ രണ്ടാമത്തത് മദ്രസയും പരിസരവും വൃത്തിയാക്കുക. അതിനെക്കുറിച്ചിട്ട് ഒരു അസൈൻമെന്റ് തയ്യാറാക്കണം. ആ പ്രവർത്തനം നോക്കൂ. മദ്രസയും ക്ലാസ് റൂമുകളും അടിച്ചു വാരി വൃത്തിയാക്കുക. ക്ലാസ് റൂമുകളിൽ വേസ്റ്റ് ബക്കറ്റുകൾ സ്ഥാപിക്കുക. ആവശ്യമില്ലാതെ പേപ്പറുകളും മറ്റും ക്ലാസ് റൂമുകളിൽ അലക്ഷ്യമായി വലിച്ചെറിയാതെ ബക്കറ്റുകളിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക. ബാത്റൂമുകളും മറ്റും ഉപയോഗിച്ചതിനു ശേഷം വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ടോയ്ലറ്റുകൾ മലിനപ്പെടുത്താതെ വൃത്തിയായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം യതഅഹദ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു പ്രതിജ്ഞ രൂപത്തിൽ ചൊല്ലും വേണം. അത് താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ എടുത്തെഴുതും വേണം. നോക്കൂ, ഞാൻ പരിസരം മലിനമാക്കുകയില്ല. ജലാശയങ്ങളിലും വഴികളിലും നിരോധിക്കപ്പെട്ട മറ്റു സ്ഥലങ്ങളിലും മലമൂത്ര വിസർജനം ചെയ്യുകയില്ല. വീട്, പരിസരം, മസ്ജിദ്, വിദ്യാലയം എന്നിവയെല്ലാം ഞാൻ
വൃത്തിയായി സൂക്ഷിക്കും. എൻ്റെ ശരീരവും വസ്ത്രവും ഉപകരണങ്ങളും വൃത്തിയുള്ളതായിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. പരിസര ശുചിത്വത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നിങ്ങൾ എടുത്തെഴുതുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം നഖ്റഉ വ നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിക്കും ചെയ്യണം, അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന വരിയിലേക്ക് എടുത്തെഴുതും വേണം. 1. ഇത്തഖുൽ ലാഇനൈൻ. 2. സല്ലല്ലാഹു അലൈഹി വസല്ലം. 3. പുഴ. 4. ടോയ്ലറ്റ്. 5. പത്രം. 6. ഫലവൃക്ഷം. 7. വിശ്രമസ്ഥലം. 8. വിസർജനം. 9. ഇഴജന്തു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നിങ്ങൾ തെറ്റാതെ കൊടുത്തിരിക്കുന്ന വരികളിലേക്ക് എഴുതുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.